ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, എന്താണ് നിങ്ങളുടെ പേഴ്സണൽ നിലവിലെ ഒരു തോട്ട്സ്, എന്താണ് അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സണിന് ഇവിടെ ഭയങ്കരമായിട്ട് ആ ഒരു പേഴ്സണിന് ഒരു ഈഗോ കാണുന്നുണ്ട്. ഈഗോ ഉള്ള പേഴ്സണാണ്, എന്നാൽ നിങ്ങളുടെ അടുത്ത് വരണം എന്ന് ആഗ്രഹമുള്ള ഒരു പേഴ്സണാണ്. എന്നാൽ നിങ്ങളുടെ അടുത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെയും എൻ്റെ വാല്യൂ പോകുമോ എന്നൊക്കെ ചിന്തിച്ച് കൂട്ടുന്ന ഒരു തരം പേഴ്സണാണ്. ഓക്കെ, അയാളെ സംബന്ധിച്ച് അയാൾ കുറച്ച് ഡൊമിനേറ്റിംഗ് പവറിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ താരാനോ നിങ്ങളെ എന്ന് വെച്ചാൽ നിങ്ങളെ അടിച്ചമർത്തണം ലൈക്ക് അങ്ങനെയുമല്ല, നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അയാളും കൂടെ ആയിരിക്കണം കുറച്ച് ഹൈ പൊസിഷനിൽ നിൽക്കേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ. അപ്പോൾ അയാളെ സംബന്ധിച്ച് എത്രയൊക്കെ പ്രശ്നമുണ്ട്, നിങ്ങൾ തമ്മിൽ എത്രയൊക്കെ നോ കോണ്ടാക്റ്റ്, ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരു ഇതും ഇല്ലാണ്ട് നിൽക്കുന്നെങ്കിൽ പോലും അയാൾക്ക് നിങ്ങളത് തിരിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അയാളുടെ മൈൻഡിൽ ഒരുപാട് ഫിസിക്കൽ തോട്ട്സ് പോകുന്നുണ്ട്. നിങ്ങളിവിടെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണം എന്നുണ്ട്, പുറത്ത് പോയി കറങ്ങണം, ഫുഡ് കഴിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അയാളായിട്ടാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാൾക്ക് തിരിച്ച് വരാനുള്ള ഒരു മൈൻഡ് ഇല്ല. ഓക്കെ, അയാളെ സംബന്ധിച്ച് കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണുമാണ് കുറച്ചൊരു പൊസിഷനിൽ നിൽക്കുന്നത്. ലൈക്ക് അയാളുടെ മനസ്സിൽ അയാളാണ് ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നത് എന്ന് പവറുള്ള ഒരു പേഴ്സണായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ പുറമേ നിന്ന് കാണുമ്പോഴും നിങ്ങൾക്കായാലും തോന്നുന്നതായിരിക്കും ഇയാൾക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല, ഇയാൾക്ക് ഞാനെന്ന് പറയുന്ന പേഴ്സൺ അത്രയ്ക്ക് വർത്തായിട്ടുള്ളതൊന്നുമല്ല, അത്രയ്ക്ക് വാല്യൂ ഉള്ളതൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. നിങ്ങൾ വിചാരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു പേഴ്സൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അയാളെ സംബന്ധിച്ച് നിങ്ങളില്ലാത്തൊരു ലോകം എന്ന് പറയുന്നത് തന്നെ അയാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ലാസ്റ്റ് നിങ്ങൾ തന്നെയാണ് അയാളുടെ ഒരു ലോകം എന്ന് പറയുന്നത്. അതിനപ്പുറമായിട്ട് അയാൾക്ക് അവിടെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അയാൾ പക്ഷെ ഇങ്ങനെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് തിരിച്ചു പോയില്ലെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചു വരാനായിട്ട് ഭയങ്കരമായിട്ടൊരു മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം അയാൾ തെറ്റ് ചെയ്തതാണ്, നിങ്ങൾ എങ്കിൽ പോലും നിങ്ങൾ തിരിച്ചു പോകണം, നിങ്ങളൊന്ന് മാപ്പ് പറഞ്ഞ് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അയാളോടത്ത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അയാൾ എപ്പോഴും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, യൂണിവേഴ്സൽ അട്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് പെയിൻ ഉണ്ടായി റിലേഷൻഷിപ്പിൽ, ചെയ്യാത്ത കുറ്റത്തിന് ഓരോ പ്രശ്നം ഉണ്ടാക്കി റിലേഷൻഷിപ്പിൽ നിന്ന സമയത്താണെങ്കിൽ പോലും അയാൾ ഡൊമിനേറ്റിംഗ് പവറിലായിരുന്നു. നിങ്ങളൊരു കുഞ്ഞിനെ പോലെയാണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു കെയറിങ് ആണെങ്കിൽ പോലും അയാളുടെ ഒരു വഴിക്ക് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അയാളെന്ന് പറയുന്ന പേഴ്സൺ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ആ ഒരു ഇഷ്ടത്തിന് തന്നെ പൊക്കിക്കൊണ്ടിരുന്നു. പക്ഷേ എന്നിട്ടും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തു, നിങ്ങളെ കൊണ്ട് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ നിങ്ങളതങ്ങ് ഒഴിഞ്ഞു മാറി നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫിലേക്ക് ഒരുപാട് നിങ്ങൾക്ക് എന്നാ മറക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളെ കൊണ്ട്. ഓക്കെ, അതിലെടുത്ത് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളെ കൊണ്ട് ഒട്ടും മറക്കാൻ പറ്റുന്നതല്ല ഈ ഒരു പേഴ്സണെ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു ഇതിൽ കാണുന്ന ഒരു 80% ആൾക്കാരുടെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയാൾ എന്നെപ്പറ്റി ആലോചിച്ച് ഒട്ടും വിഷമിക്കുന്നില്ല, അയാൾ എൻ്റെ കാര്യത്തിൽ ഒട്ടും കോൺഷ്യസ് അല്ല എന്നുള്ളൊരു ചിന്താഗതിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ അത് ഒരിക്കലും അങ്ങനെയല്ല. ആ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, നിങ്ങളടുത്ത് തിരിച്ചു വരണം എന്നുള്ള അതിഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എന്തൊക്കെ കാരണത്താൽ നിങ്ങളടുത്ത് തിരിച്ചു വരുന്നില്ല. മെയിനായിട്ടുള്ളൊരു കാരണം ഈഗോ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഭയങ്കര ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. എടാ എനിക്ക് പറ്റുന്നില്ലടാ, പക്ഷെ അവൾ തിരിച്ചു വരണോടാ. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇയാളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്, എടാ നീ അങ്ങോട്ട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ എടി നീ അങ്ങോട്ട് പോയി സംസാരിക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞത് ഈഗോ റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഈഗോ വയ്ക്കാൻ പാടില്ല എന്ന് ചുറ്റുമുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അതൊന്നും ചെവി കൊള്ളുന്നില്ല. ഈ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ തിരിച്ചു പോകണം എന്നുള്ളൊരു മൈൻഡാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അതിനൊക്കെ ഒന്ന് സെറ്റായിട്ട് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് ലവ്, സെൽഫ് ജേണി, ഓരോ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങൾ അവിടെ നിന്ന് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഇതിലെ ഒരു ലെസണായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പേഴ്സൺ നിങ്ങളുടെ വെർത്ത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, വെറുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളെപ്പോലെ നിങ്ങളെ മാത്രമേ കിട്ടത്തുള്ളൂ, നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ എന്നുള്ള ഒരു ചിന്തയും ആ ഒരു ഇതെല്ലാം അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വേറെ റിലേഷൻഷിപ്പിലേക്കോ വേറെ തെറ്റായിട്ടുള്ളൊരു കാര്യത്തിലേക്കോ നിങ്ങളെ മറന്നുകൊണ്ട് ഒന്നും ചെന്ന് ചാടത്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഉറപ്പാണ്. ഓക്കെ, ഇപ്പോഴും അതുപോലെ വേറൊരു കാര്യം അയാൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണ്, അയാളുടെ മൈൻഡിൽ ഈഗോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അയാളുടെ മനസ്സിൽ അയാൾ അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും അയാൾ ഉറപ്പായിട്ടും വിചാരിക്കുന്ന ഒരു കാര്യം ഇയാൾ തന്നെയാണ്, അത് ഈ ഒരു പേഴ്സൺ തന്നെയാണ് എൻ്റെ ഒരു മാരേജ് മെറ്റീരിയൽ. മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ജീവിക്കുന്നത് ഈ ഒരു പേഴ്സൻ്റെ കൂടെ തന്നെയായിരിക്കും, അതെന്തൊക്കെ വന്നാലും
അതിനൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സണിനുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവിലെ സിറ്റുവേഷൻ ഒരു ലൈക്ക് ഒരു കിങ് പവറിലാണ്. നീ തിരിച്ചു വരട്ടെ, അവൾ തിരിച്ചു വരട്ടെ, അല്ലെങ്കിൽ അവൻ തിരിച്ചു വരട്ടെ, ഞാനായിട്ട് അങ്ങോട്ട് പോകത്തില്ല, ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിൽ മാത്രമേ ഞാൻ നിൽക്കത്തുള്ളൂ. എങ്കിലും അവളൊന്ന് പൊട്ടിക്കരയുകയാണ്. എല്ലാ ദിവസവും രാത്രി മനസ്സുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് എനിക്ക് ആ ഒരാളില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും ഈഗോ വിട്ട് കളിക്കത്തില്ല. ഇതിൽ കാണുന്ന ഏറ്റവും ആൾക്കാരുടെ ഒരു ഇതെന്ന് പറയുന്നത് ഈഗോ ആണ്. അവരെന്ന് പറയുന്നത് അവർ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിൽ നിന്ന് മാറത്തില്ല എന്തൊക്കെ വന്നാലും. മനസ്സുകൊണ്ട് സ്നേഹമുണ്ട്, എന്നാൽ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലൈക്ക് നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ തന്നെയാണ് മാരേജ് മെറ്റീരിയൽ. എന്തൊക്കെ വന്നാലും അവൾ എനിക്കുള്ളതാണ് അല്ലെങ്കിൽ അവൻ എനിക്കുള്ളതാണ്, തിരിച്ചു വരും, പോകത്തില്ല എന്ന് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ്. അവർ അതിന് വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു ലൈക്ക് ലക്കോ എന്തൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവരെന്തൊക്കെ കാര്യമാണ് അവരുടെ ലൈഫിൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യമാണോ വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിട്ടുള്ളത്, അതെല്ലാം അവർക്ക് ലഭിച്ചിട്ടേ ഉള്ളൂ. അത് മേ ബി നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പേഴ്സൺസുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലായ സമയത്ത് തന്നെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടും അവർ ഡൊമിനേറ്റിംഗ് പവറിൽ നിൽക്കുന്നത് കൊണ്ടും, പക്ഷെ നിങ്ങൾ സ്നേഹിച്ച് പോയതുകൊണ്ട് തന്നെ നിങ്ങളത് ചിലപ്പോൾ എൻജോയ്മെൻ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. ചില സമയത്തൊക്കെ നിങ്ങൾ ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കും, ഇതെന്തോ ഇങ്ങനെ കാണിക്കുന്നത് എൻ്റെ അടുത്ത്, അല്ലെങ്കിൽ പൊതുവെ ഇതെന്താ ഇങ്ങനത്തെ ഒരു സ്വഭാവം, ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൊരു ഇതൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ബൈ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് നിങ്ങളതൊക്കെ എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു പേഴ്സണിന് ഫ്യൂച്ചറിൽ പോകുമ്പോഴാണെങ്കിലും നിങ്ങളെ തന്നെ വേണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ ഒട്ടും ഹാപ്പി അല്ല. ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകുമ്പോഴും കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളെപ്പറ്റി തന്നെയാണ്. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊരു 50% സംസാരിക്കുന്നതും നിങ്ങളെപ്പറ്റി തന്നെയായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സും കൂടുതൽ സപ്പോർട്ട് ചെയ്തോളൂ. എവിടെ ചെന്നാലും ഇപ്പോൾ ഒരാളെ കണ്ടാലും അവർക്ക് സിമിലറായിട്ട് നിങ്ങളെ പോലെ ആയിരിക്കും തോന്നുന്നത്. കാരണം ഓൾറെഡി നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ മൈൻഡിൽ അത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി വൈസ് വേറെ ഇഷ്യൂസ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, സപ്പോർട്ടും കാര്യമൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കെന്ന് പറയുന്ന പേഴ്സൺ, വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇനി മുതൽ നല്ല സമയമായിട്ടാണ് ഞാൻ ഈ കാണുന്നത്, ഈ റിലേഷൻഷിപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ പോലും. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ഇത് നല്ലതായിട്ട് വരാനും കുറച്ച് ചാൻസ് ഉണ്ട്, ഇത് കാണുന്ന 80% ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഓക്കെ, ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ ഏഞ്ചൽ മെസ്സേജിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ താമസിക്കാതെ തന്നെ ഈ പേഴ്സൺ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം സക്സസ്സും ഫിനാൻഷ്യലായിട്ടുള്ള ഒരുപാട് അബണ്ടൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കാണുന്നുണ്ട്.